ഐതിഹ്യങ്ങളിലും സാംസ്കാരിക പൈതൃക താളുകളിലും മായാതെ കിടക്കുന്ന ഒരധ്യായമാണ് പറയിപ്പറ്റ പന്തിരുകുലം. ഭിന്നജാതികളിലായി വളർന്ന 12 മക്കളുടെ കഥകൾ ഓരോന്നും കേരളീയ ജീവിതത്തിന്റെ തത്വചിന്താപരമായ ആഴങ്ങൾ വെളിപ്പെടുത്തുന്നു. ഈ പന്തിരുകുലത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിത്വമാണ് നാറാണത്തു ഭ്രാന്തൻ. ഭ്രാന്തൻ എന്ന് ലോകം മുദ്രകുത്തിയെങ്കിലും ജീവിതത്തിന്റെ പരമാർത്ഥ സത്യങ്ങൾ തന്റെ വിചിത്രമായ പ്രവൃത്തികളിലൂടെ സമൂഹത്തിനു മുന്നിൽ അവതരിപ്പിച്ച ഒരു തത്വജ്ഞാനിയായിരുന്നു അദ്ദേഹം. നാറാണത്തു ഭ്രാന്തന്റെ വിഹാര കേന്ദ്രമായിരുന്ന പാലക്കാടിന്റെ പശ്ചിമഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രായിരനെല്ലൂർ മല ഇന്ന് അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് ദീപം കൊളുത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ഭക്തർക്ക് അഭയവും ജ്ഞാനത്തിന്റെ പ്രകാശവും നൽകുന്ന പുണ്യകേന്ദ്രമാണ്. വള്ളുവനാടൻ ചരിത്രത്തിന്റെ ഹൃദയത്തിൽ ലയിച്ചു കിടക്കുന്ന ഈ മലയും അവിടുത്തെ ആചാരപരമായ രായിരനെല്ലൂർ മലകയറ്റവും വെറുമൊരു തീർത്ഥാടനമല്ല, അത് അറിവിലേക്കുള്ള ഒരു യാത്രയാണ്. രായിരനെല്ലൂർ മലയെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് നാറാണത്തു ഭ്രാന്തന്റെ ദിനചര്യകളാണ്. ഒരു കല്ല് മലയുടെ മുകളിലേക്ക് ഉരുട്ടിക്കയറ്റുകയും അത് താഴേക്ക് ഉരുട്ടിവിട്ട് ആർത്തു ചിരിക്കുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. ഒരു വിനോദമായോ ഭ്രാന്തന്റെ അട്ടഹാസമായോ മാത്രം ഇതിനെ കാണാനാവില്ല. ഇതിന് പിന്നിൽ ഒരു ആഴമേറിയ തത്വചിന്തയുണ്ട്. മനുഷ്യന്റെ സ്വാർത്ഥമോഹങ്ങളെയും ഭൗതിക ലക്ഷ്യങ്ങളെയുമാണ് ആ കല്ലുകൾ പ്രതിനിധാനം ചെയ്യുന്നത്. ജീവിതത്തിൽ താൻ ആഗ്രഹിക്കുന്നതെല്ലാം സ്വന്തമാക്കാൻ അത്യധികം പ്രയാസപ്പെട്ട് വിയർപ്പൊഴുക്കി മല കയറും പോലെ കഷ്ടപ്പെട്ട് മനുഷ്യൻ ആഗ്രഹങ്ങളെ ഉരുട്ടിക്കയറ്റുന്നു. എന്നാൽ ഒരിക്കൽ ആ ലക്ഷ്യം നേടിയാൽ, അല്ലെങ്കിൽ അത് കൈവിട്ടു പോയാൽ, ആ കല്ല് യാതൊരു പ്രയാസവുമില്ലാതെ താഴേക്ക് ഉരുണ്ടുപോകുന്നു. ഈ പതനത്തെയും അതിലൂടെ താൽക്കാലികമായ ഭ്രമങ്ങളിൽ മുഴുകുന്ന മനുഷ്യന്റെ മൂഢത്വത്തെയും പരിഹസിക്കാനായിരുന്നു ഭ്രാന്തന്റെ അട്ടഹാസം. ഈ കാഴ്ചപ്പാട് ഉപനിഷത്തുകളിലെയും ഭഗവത്ഗീതയിലെയും നിസ്സംഗതയുടെയും അനാസക്തിയുടെയും ദർശനങ്ങളോട് ചേർന്ന് നിൽക്കുന്നു. 1995 ശില്പി സുരേന്ദ്രകൃഷ്ണൻ നിർമ്മിച്ച കല്ലേന്തി നിൽക്കുന്ന നാറാണത്തു ഭ്രാന്തന്റെ പടുകൂറ്റൻ പ്രതിമ ഈ തത്വചിന്തയുടെ ശാശ്വത സ്മാരകമായി കുന്നിൻമുകളിൽ തല ഉയർത്തി നിൽക്കുന്നു. നാറാണത്തു ഭ്രാന്തന്റെ വിഹാര കേന്ദ്രമായിരുന്ന ഈ കുന്നിൻമുകളിൽ വെച്ചാണ് അദ്ദേഹത്തിന് മുന്നിൽ ദുർഗാദേവി പ്രത്യക്ഷപ്പെട്ടതെന്നാണ് ഐതിഹ്യം. ഈ ഐതിഹ്യത്തിന്റെ പിൻബലത്തിലാണ് ഇവിടെ ദേവീക്ഷേത്രം ഉയർന്നു വന്നത്. എല്ലാ വർഷവും തുലാം 1 നടക്കുന്ന രായിരനെല്ലൂർ മലകയറ്റം ഈ ക്ഷേത്രത്തിലെ പ്രധാന ആചാരമാണ്. മുത്തശ്ശിയാർകുന്ന്, ചളമ്പ്രക്കുന്ന്, പടവെട്ടിക്കുന്ന്, ഭ്രാന്താചലം എന്നീ 4 കുന്നുകൾക്ക് നടുവിലാണ് ഈ പുണ്യമല സ്ഥിതി ചെയ്യുന്നത്. ഈ മലകയറ്റത്തിന് പ്രത്യേകിച്ചും 2 ലക്ഷ്യങ്ങളാണ് ഉള്ളത്: വിദ്യയും വിവേകവും. കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുന്നതിൽ രായിരനെല്ലൂർ ക്ഷേത്രം പ്രസിദ്ധമാണ്. നാറാണത്തു ഭ്രാന്തന് അദ്ദേഹത്തിന്റെ ബൗദ്ധികമായ തടസ്സങ്ങൾ മാറിയതുപോലെ ദേവീപ്രസാദത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് അറിവിന്റെ വാതിലുകൾ തുറന്നു കിട്ടുമെന്നാണ് വിശ്വാസം. എഴുത്തിനിരുത്ത് കഴിഞ്ഞ കുട്ടികളെയും പഠന തടസ്സങ്ങൾ അനുഭവിക്കുന്നവരെയും ഇവിടെ കൊണ്ടുവരുന്ന രീതിയുമുണ്ട്. അക്ഷരമെന്നത് കേവലം അറിവല്ല, മറിച്ച് പ്രകൃതിയെ അറിവായും കുട്ടികളെ യഥാർത്ഥ ഭക്തരായും കാണുന്ന ഈ കാഴ്ചപ്പാട് ഭാരതീയ വിദ്യാഭ്യാസ സമ്പ്രദായമായ ഗുരുകുല സമ്പ്രദായത്തിന്റെ ആഴമായ പൊരുളിനെ ഓർമ്മിപ്പിക്കുന്നു. കല്ലുരുട്ടലാണ് അദ്ദേഹത്തിന്റെ വിനോദമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം ഈ രായിരനെല്ലൂർ മലയിൽ കല്ലുരുട്ടിക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഒരു തവണ കല്ലുരുട്ടി കയറ്റി കല്ല് താഴത്തേക്ക് ഇട്ടപ്പോൾ അദ്ദേഹത്തിന് ദേവി പ്രത്യക്ഷമായി. ഒഴിഞ്ഞാലടി കൊണ്ടാണ് പ്രത്യക്ഷമായത്. ആലിന്റെ മുകളിൽ ഒഴിഞ്ഞാലടി കൊണ്ടാണ് പ്രത്യക്ഷമായത്. അപ്പോൾ ഇദ്ദേഹം ദേവിയുടെ അടുത്തേക്ക് ചെന്നു. ദേവിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ദേവി അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു പാറപ്പുറത്ത് പ്രദക്ഷിണായിട്ട് അവിടെ കുടികൊണ്ടു. ഈ ദേവിയുടെ കാലടികളാണ് ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലുള്ളത്. പ്രകൃതിയിൽ ലയിച്ച് പ്രകൃതിയെ അറിഞ്ഞ് വിജ്ഞാനത്തെ അഥവാ അറിവിനെ ആരാധിക്കുന്ന ചുരുക്കം ചില ഇടങ്ങളിൽ ഒന്നാണിത്.
മലകയറ്റം എന്നത് ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മനസ്സിനെ വേർപെടുത്തി പ്രകൃതിയുടെ ശാന്തതയിലേക്ക് ലയിക്കാനുള്ള അവസരം കൂടിയാണ്. രായിരനെല്ലൂർ ക്ഷേത്രത്തെ അത്യപൂർവമാക്കുന്ന ഒരു പ്രത്യേകത ഇവിടെ പ്രതിഷ്ഠയില്ല എന്നതാണ്. ഇതിനു പിന്നിലുമുണ്ട് ഒരു ഐതിഹ്യം. നാറാണത്ത് ഭ്രാന്തന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദേവി പ്രദക്ഷിണ രീതിയിൽ 9 കാലടികൾ വെച്ചെന്നും ആ ചുവടുകൾ പാറപ്പുറത്ത് പതിഞ്ഞുവെന്നുമാണ് വിശ്വാസം. പാറപ്പുറത്ത് ഇന്നും അവശേഷിക്കുന്ന ഈ 9 ചുവടുകളാണ് ശ്രീകോവിലിനുള്ളിലെ പ്രതിഷ്ഠയായി കണക്കാക്കുന്നത്. ഈ കാൽ ചുവടുകളിലാണ് പൂജ നടക്കുന്നത്. ഇതിൽ 7 ചുവടുകൾ മാത്രമാണ് ക്ഷേത്രത്തിന് പുറത്തുനിന്ന് ഭക്തർക്ക് ദർശിക്കാനാവുക. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ കാൽപ്പാടുകളിൽ ഇടതുവശത്തെ ചുവട്ടിൽ നിന്ന് നിരന്തരം ജലം ഊർന്നിറങ്ങുന്നു എന്നതാണ്. ഈ ജലമാണ് ഭക്തർക്ക് തീർത്ഥമായി നൽകുന്നത്. പ്രതിഷ്ഠയില്ലാതെ പ്രകൃതിയുടെ അത്ഭുതങ്ങളെയും ദേവിയുടെ കാൽപ്പാടുകളെയും ആരാധനയുടെ കേന്ദ്രബിന്ദുവാക്കുന്ന ഈ ക്ഷേത്രം പ്രകൃതിയെയും ദൈവീക ശക്തിയെയും ഒന്നായി കാണുന്ന കേരളീയ ആത്മീയ പാരമ്പര്യത്തിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ്. വിദ്യയ്ക്കായി തുലാം 1 മല കയറുമ്പോൾ മറ്റ് ദിനങ്ങളിൽ രായിരനെല്ലൂർ തിരക്കിലാകുന്നത് മറ്റൊരു പ്രത്യേക വഴിപാടിനാണ്. ഓട്ടുകിണ്ടി കമിഴ്ത്തൽ. സന്താന സൗഭാഗ്യത്തിനായി ദൂരം താണ്ടിയെത്തുന്ന ഭക്തർ ആൺകുഞ്ഞിന് വേണ്ടി ഓട്ടുകിണ്ടിയും പെൺകുഞ്ഞിന് വേണ്ടി ഓട്ടവുമാണ്, അതായത് ഓട്ടുപാത്രവുമാണ് ഇവിടെ കമിഴ്ത്തി വഴിപാട് നടത്തുന്നത്. പെൺകുട്ടി പിറക്കാൻ പ്രത്യേക വഴിപാട് നടക്കുന്ന ഇന്ത്യയിലെ തന്നെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് രായിരനെല്ലൂർ. ഇത് കേരളീയ സമൂഹത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെയും പെൺകുട്ടികളോടുള്ള ആദരവിന്റെയും പ്രാചീനമായൊരു സൂചനയായി വേണം കാണാൻ. മിക്ക ക്ഷേത്രങ്ങളിലും ആൺസന്താനത്തിനായി വഴിപാട് നടത്തുമ്പോൾ ഇവിടെ പെൺകുഞ്ഞിനെ വരവേൽക്കുന്നതിന് പ്രാധാന്യം നൽകുന്നത് നാറാണത്ത് ഭ്രാന്തന്റെ വിവേകത്തെയും സ്ത്രീശക്തിയുടെ പ്രാധാന്യത്തെയും ഉയർത്തിപ്പിടിച്ച സമൂഹത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. രായിരനെല്ലൂർ മലയും നാറാണത്ത് ഭ്രാന്തന്റെ സ്മരണകളും കേരളീയ സാംസ്കാരിക പൈതൃകത്തിൽ ഒരു വിളക്കുമാടം പോലെ പ്രകാശിക്കുന്നു. ഇത് കേവലം ഐതിഹ്യങ്ങളോ ആചാരങ്ങളോ അല്ല, ജീവിതത്തിന്റെ നിസാരതയും അറിവിന്റെ ആഴവും തിരിച്ചറിയാനുള്ള ക്ഷണം കൂടിയാണ്. രായിരനെല്ലൂരിന്റെ മലകയറ്റം, കല്ലുരുട്ടൽ, പ്രതിഷ്ഠയില്ലാത്ത ക്ഷേത്രം, ഓട്ടുകിണ്ടി കമഴ്ത്തൽ എന്നീ ആചാരങ്ങളെല്ലാം തന്നെ ഭൗതികതയുടെ ഭാരമുപേക്ഷിച്ച് വിവേകത്തിന്റെ പാതയിലേക്ക് നീങ്ങാനുള്ള മനുഷ്യന്റെ അനന്തമായ അന്വേഷണത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈ പുണ്യഭൂമിയിൽ കാലെടുത്തു വെക്കുന്ന ഓരോ ഭക്തനും നാറാണത്ത് ഭ്രാന്തനെ വണങ്ങി മലയിറങ്ങുമ്പോൾ തന്റെ ജീവിതത്തിന്റെ കല്ലുകൾ ഉരുട്ടിക്കയറ്റുന്നതിന്റെ പരിഹാസ്യം തിരിച്ചറിയുകയും വിജ്ഞാനത്തിന്റെ ആഴമുള്ള തീർത്ഥജലം നെഞ്ചേറ്റുകയും ചെയ്യുന്നു.